നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് യൂട്യൂബിനകത്തുള്ള ഒരു പുതിയ ഫീച്ചർ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോകാൻ നിങ്ങളുടെ യൂട്യൂബ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക, എന്നാലാണ് നിങ്ങൾക്ക് യൂട്യൂബിലെ ഏറ്റവും പുതിയ ഫീച്ചറുകളൊക്കെ ലഭിക്കുക. അപ്പോൾ യൂട്യൂബിനകത്തുള്ള ഏറ്റവും പുതിയ ഒരു ഫീച്ചർ ഏതാണ്, അതിൻ്റെ ഗുണം എന്താണൊക്കെ നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ അതിനുവേണ്ടി ഇവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുകയാണ്. യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ കാണുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം, ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കൈ അറിയാതെ തട്ടിക്കൊണ്ട് മറ്റേതെങ്കിലും വീഡിയോയിലേക്കൊക്കെ പോകും. അപ്പോൾ സാധാരണ നമ്മളൊരു വീഡിയോ കണ്ടൊരു വാർത്ത അല്ലെങ്കിൽ ന്യൂസ് ചാനലിൽ നിന്നൊരു വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ കൈ തട്ടിയിട്ടോ മറ്റേതെങ്കിലും ഭാഗങ്ങളൊക്കെ നമ്മൾ അറിയാതെ തട്ടി നമ്മുടെ യൂട്യൂബിൽ നിന്ന് ആ വീഡിയോ അറിയാതെ മറ്റ് വീഡിയോയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പ്ലേ ആകും. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, നമ്മൾ കുട്ടികൾക്കൊക്കെ യൂട്യൂബിലൊരു വീഡിയോ പ്ലേ ചെയ്ത് കൊടുത്താൽ അവരുടെ കൈ കൊണ്ട് അവരറിയാതെ ടച്ച് ചെയ്ത് മറ്റു വീഡിയോയിലോട്ടായിരിക്കും പോവുക. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂട്യൂബ് പുതിയ ഫീച്ചർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആ ഫീച്ചർ എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ യൂട്യൂബിലൊരു വീഡിയോ പ്ലേ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സിൽ ഐക്കൺ കാണും. ഈ സെറ്റിങ്സിൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും പുതിയ ഫീച്ചർ ലോക്ക് സ്ക്രീൻ എന്നുള്ളത്. നേരത്തെ ഈ ഒരു ഫീച്ചർ ഇവിടെ ഇല്ലായിരുന്നു. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്ത് നോക്കുക, ഇത് കിട്ടാത്ത ആളുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ലഭിക്കും. ഈ ലോക്ക് സ്ക്രീൻ എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ സ്ക്രീന് നമുക്ക് നമ്മുടെ യൂട്യൂബിലെ വീഡിയോ ഇതുപോലെ പ്ലേ ആകും. മാത്രമല്ല നമുക്ക് ഇത് എവിടെയെങ്കിലുമൊക്കെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. ഇപ്പോൾ കുട്ടികളുടെ കയ്യിലേക്ക് യൂട്യൂബ് കൊടുക്കുമ്പോൾ ഇത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. ഇനി നിങ്ങളുടെ കയ്യിലാണെങ്കിലും നിങ്ങൾ അറിയാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റു ഭാഗത്തേക്കൊന്നും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിലൊന്നും സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി ഈ ഫീച്ചർ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നിങ്ങളിവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും ടാപ്പ് ടു അൺലോക്ക് എന്നുള്ളൊരു ടെക്സ്റ്റ്. ഈ ടാപ്പ് ടു അൺലോക്ക് എന്നുള്ള ഭാഗത്ത് ഇതുപോലെ 2 ടിക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മുകളിൽ നിന്ന് താഴോട്ട് വലിക്കുകയൊക്കെ ചെയ്താൽ സാധാരണ യൂട്യൂബിലെ വീഡിയോ കാണുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. വളരെ യൂസ്ഫുൾ ആണ്. യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഈ ഫീച്ചർ നിങ്ങളെ സഹായിക്കുന്നതാണ്. അതായത് പ്രത്യേകിച്ച് കുട്ടികളുടെ കയ്യിലേക്ക് യൂട്യൂബ് കൊടുക്കുന്ന ആളുകളോ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഈ ഫീച്ചർ ഉപയോഗപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.